ഗുഡ് ഈവനിങ്. സമയം 5:30. നമ്മൾ പ്രാഗ് മഹലിന് മുന്നിലെത്തി. ഈ ഗുജറാത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ തലസ്ഥാനമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഭുജ് സിറ്റി. ആ ഭുജ് ഭരിച്ചിരുന്ന ജഡേജ രാജവംശത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആൻഡ് പാലസ് ആയിരുന്നു പ്രാഗ് മഹൽ പാലസ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നല്ല ഗോത്തിക് സ്റ്റൈലിൽ തലയുയർത്തി നിൽക്കുന്ന പ്രാഗ് മഹൽ നമുക്ക് വേഗം കാണാം. ഒരുപാട് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാലസ് പാർട്ടിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. പ്രാഗ് മഹൽ കാണുമ്പോൾ നമുക്കൊരു ഇന്ത്യൻ നിർമ്മിതിയാണെന്നല്ല, ഒരു ഗോത്തിക് യൂറോപ്യൻ കത്തീഡ്രലിൻ്റെ ഒരു ചായയാണ് തോന്നുന്നത്. അതിന് കാരണം ഇത് ഡിസൈൻ ചെയ്ത ബ്രിട്ടീഷ് ആർമി ഓഫീസർ ആയിരുന്ന കേണൽ ഹെൻറി സെയിൻറ്റ് ക്ലെയർ വിൽക്കിൻസ് ആണ്. കച്ച് ഭരിച്ചിരുന്ന ജഡേജ രാജ്പുത് ഡൈനാസ്റ്റിയിലെ മഹാറാവു ശ്രീ പ്രാഗ്മൽജി രണ്ടാമൻ്റെ നിർദ്ദേശപ്രകാരം 1865 പ്രാഗ് മഹലിൻ്റെ പണി ആരംഭിച്ചത്. പക്ഷേ അദ്ദേഹം 1875 മരിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൻ്റെ ജോലി പൂർത്തിയാക്കി 1879 ഇത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടു. 4 നിലകളുള്ള പ്രാഗ് മഹൽ പാലസിൻ്റെ താഴെ ഫ്ലോർ കുറച്ചും കൂടി പബ്ലിക് സ്പേസ് ആണ്. നമുക്ക് മുകളിലാണ് ദർബാർ ഹാൾ ഉൾപ്പെടെയുള്ള ഗംഭീരൻ റോയൽ സ്പേസസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകൾ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ലൈറ്റ് ചെയ്യായിരിക്കും. അവരുടെ ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ദർബാർ ഹാളിലേക്ക് പ്രവേശിക്കുന്നു. ഗംഭീരനായിട്ടുള്ള ഒരു ദർബാർ ഹാളാണിത്. ട്രൂലി മെജസ്റ്റിക് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമാണ്. അതുപോലെ ഗ്ലിറ്ററിങ് ക്രിസ്റ്റൽ ഷാൻഡലിയേഴ്സ് ഉണ്ട്. നല്ല വാൾസിൽ ശരിക്കും ഒരു കത്തീഡ്രലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വാൾസ് ഒക്കെയാണ്. ഇവിടെ ചിത്രം ഉണ്ട്, ആരുടെയാണെന്ന് എഴുതിയിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ രാജാവിൻ്റെ കോസ്റ്റ്യൂം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ യൂറോപ്യൻ സ്റ്റേറ്റസും അതേസമയം തന്നെ ഇന്ത്യൻ ക്രാഫ്റ്റ്മാൻഷിപ്പും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു റോയൽ ദർബാർ ഹാൾ തന്നെയാണിത്. ഇത് വളരെ സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ തറയിൽ ഉപയോഗിച്ചിട്ടുള്ളത് വില കൂടിയ ഇറ്റാലിയൻ മാർബിളാണ്. അങ്ങനെ ആഡംബരത്തിൻ്റെ അവസാനമാക്കുന്നു തോന്നുന്ന ദർബാർ ഹാൾ കണ്ട് നമ്മൾ പിന്നെ അടുത്ത മുറികളിലേക്ക് പോവാണ്. ഇത് കുറേയും കൂടി ഒരു പേഴ്സണൽ ആൻഡ് സ്മോളർ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള കോൺഫറൻസ് റൂമുകൾ അങ്ങനെയൊക്കെയാണ്. മാത്രമല്ല ഇത് ഇവരുടെ പാലസും കൂടിയായിരുന്നു, റെസിഡൻഷ്യൽ പാലസ് ആയിരുന്നു. അപ്പോൾ ധാരാളം മുറികളുണ്ട് പ്രാഗ് മഹൽ പാലസിൽ. അപ്പോൾ നമ്മൾ പരമാവധി സ്പീഡിൽ ഓടി നടന്ന് പറ്റാവുന്നതൊക്കെ കണ്ടു. അപ്പോൾ 10 മിനിറ്റ് താഴെ ഇറങ്ങാൻ പറഞ്ഞു, സമയം കഴിയാണല്ലോ. താഴെ ഇറങ്ങിയപ്പോൾ ഹൗസ് ഓഫ് കച്ച് എന്ന് കണ്ടു. നമ്മളൊരു മ്യൂസിയം എന്ന് വിചാരിച്ച് കയറാൻ നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് ദാറ്റ്സ് ബിസിനസ്, ഹെറിറ്റേജ് വിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് 1-ാം നിലയിൽ ഫസ്റ്റ് ഫ്ലോറിൽ മിറേഴ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടെന്ന് കേട്ടത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറി നോക്കി. അപ്പോൾ അത് ഒരു കാർണിവൽ ടൈപ്പ് സംഭവമാണ്. ഫണി മിറേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറേഴ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം അത് അത്രയ്ക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ദാറ്റ് ഡസൻ ഗോ വെൽ വിത്ത് ദിസ് കൈൻഡ് ഓഫ് എ മ്യൂസിയം. അപ്പോൾ ഇവിടെ ഗുജറാത്തിൻ്റെ ആർട്ട്, ഗുജറാത്തിലെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുടെ കാര്യങ്ങൾ, ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ പാലസിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അങ്ങനെയൊക്കെ ആയിട്ടൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രവിവർമ്മ ചിത്രങ്ങളുടെ ഇടയിൽ നോക്കിയപ്പോൾ അമിതാഭ് ബച്ചൻ ഇവിടെ നിൽക്കുന്ന പ്രാഗ് മഹലിൽ നിൽക്കുന്ന ഒരു ചിത്രം. അമിതാഭ് ബച്ചൻ എങ്ങനെയാണ് പ്രാഗ് മഹലിൽ ചോദിച്ചു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചന് പ്രാഗ് മഹലുമായി ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഈ പെയിൻറ്റിംഗ് കളക്ഷൻ അത്യാവശ്യം നല്ലതാണ്. അതുപോലെ ഈ കച്ച് മേഖലയിലെ ലാൻഡ്മാർക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ്, അങ്ങനെ സ്പൈറൽ സ്റ്റെയർസ് ഒക്കെ ആയിട്ട് നല്ലൊരു ഇതിൻ്റെ പ്രാഗ് മഹലിലെ റൂം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ താഴെ ഇറങ്ങി നമുക്ക് പുറത്ത് കിടക്കണം. സമയം കഴിഞ്ഞു സത്യത്തിൽ. നോക്കിയപ്പോൾ ഇത് മെറ്റൽ പോലെയാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് കറക്റ്റ് മാർബിൾ, ഇറ്റാലിയൻ മാർബിളിൽ ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ പ്രിസൈസായിട്ട് കാർവ് ചെയ്തെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്, ജാലിയാണ്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് വെരി ആക്ച്വലി ഭയങ്കര എലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിനുള്ളത്. അങ്ങനെ നമ്മൾ പ്രാഗ് മഹലിൻ്റെ പുറത്ത് കടന്ന് പുറത്തിരുന്നു. പുറത്തിരിക്കാൻ ആരോടും ചോദിക്കണ്ടല്ലോ. ആരോടും ചോദിക്കേണ്ടെന്നല്ല, സെക്യൂരിറ്റി പറഞ്ഞു 8 മണിയായിട്ടൊക്കെയാണ് ഗേറ്റ് അടയ്ക്കാന്ന്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു വാസ്തുവിദ്യ വിസ്മയം അങ്ങനെ ആസ്വദിക്കുകയാണ്. ഇതിൻ്റെ ഒരു നിർമ്മിതി കാണുമ്പോൾ ശരിക്കും ഇതിലേക്ക് മാത്രം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ ഇരിക്കുന്ന പോലെയാണ് തോന്നുക. കാരണം ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഇറ്റാലിയൻ ഗോത്തിക് ആർക്കിടെക്ചറാണ്. അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് പാലസിന് ചുറ്റും നടന്ന് അതും കൂടി വിശദമായിട്ട് കാണണം. ഇപ്പോൾ സമയം കഴിഞ്ഞെങ്കിലും ഈ ഏരിയ വളരെ സജീവമാണ്. നമ്മളിങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഈ വോളിനപ്പുറത്ത് കുട്ടികളിങ്ങനെ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ പാരൻസ് വന്ന് കൊണ്ടാക്കിയൊക്കെ പോകുന്നുണ്ട്. നോക്കിയപ്പോൾ ദിസ് ഈസ് എ ബോക്സിംഗ് ക്ലബ്. ആൻഡ് ഇവിടെ കച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ പല കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നേരെയുള്ള ഭാഗം ഒരു തകർന്ന അവസ്ഥയിലാണ് കാണുന്നത്. പ്രാഗ് മഹലും അതിനോടൊപ്പമുള്ള ക്ലോക്ക് ടവറും ഒക്കെ നല്ല രീതിയിൽ തന്നെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളൊക്കെ തകർന്ന അവസ്ഥയിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ക്ലോക്ക് ടവർ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കെട്ടിടമാണ് ഇപ്പോൾ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇടത്തുവശത്ത് കാണുന്ന ഈ തകർച്ച എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവും. 2001 ഭുജ് ഭൂകമ്പത്തിൽ തകർന്ന പ്രാഗ് മഹലും നന്നായി തന്നെ തകർന്നിരുന്നു. ഇതിനെ പഴയ നിലയിലേക്ക് എത്തിച്ചത് അമിതാഭ് ബച്ചൻ്റെ ശക്തമായ ഇടപെടലാണ്.
ദുരന്തശേഷമുള്ള പുനർനിർമ്മാണ സമയത്ത് നേരിട്ടിടപെട്ട് അദ്ദേഹം ഇവിടെ വരികയും ഇതിനെ മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഫണ്ടൊക്കെ സാധ്യമാക്കിക്കൊണ്ട് ഈ പ്രാഗ് മഹലിനെ അദ്ദേഹം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല. ഇതിപ്പോഴും മാനേജ് ചെയ്യുന്നത് മഹാറാവു ഓഫ് കച്ച് എന്ന രാജകുടുംബത്തിൻ്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റാണ്, പ്രൈവറ്റ് ട്രസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഉണ്ട്. ഇത് രാജകുടുംബം റിട്ടേൺ ചെയ്യാനായിട്ട് അത്യാവശ്യം ലീഗൽ ബാറ്റിലൊക്കെ നടത്തിയിട്ടാണ് റിട്ടേൺ ചെയ്തത്. പക്ഷേ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫണ്ട്സ് വേണം. ആ ഫണ്ട്സ് കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതും കൂടി ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവിടെ ഇപ്പോൾ കണ്ടു ഞാൻ. ഡെസ്റ്റിനേഷൻ വെഡിങ് അഥവാ ഹെറിറ്റേജ് സൈറ്റ് വെഡിങ്, ഇങ്ങനെ സുന്ദരമായൊരു ബാക്ക് ഡ്രോപ്പിന് മുമ്പിൽ നിന്ന് വിവാഹ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ പൊളിക്കുക. ഇത് ഇവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ട്, ഇന്നലെയൊക്കെ നടന്നതായിരിക്കും. എന്താ സ്റ്റേജ് ഏരിയ, കാർപ്പറ്റഡ് ഏരിയ അഴിക്കണേ ഉള്ളൂ, സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കല്യാണമായിരിക്കും നടന്നിട്ടുണ്ടാവുക. നല്ല ഫീസും വാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ സൈറ്റ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് നല്ല എമൗണ്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ചെറിയത്. എന്നൊക്കെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് ഇത്തരം വെഡിങ്സ്. അപ്പം നമുക്ക് തൊട്ടടുത്തുള്ള താമസ സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ പ്രാഗ് മഹലിൻ്റെ തൊട്ടടുത്തുള്ള പ്രാഗ് വ്യൂ ഹെറിറ്റേജ് ഹോം സ്റ്റേ നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു കുഞ്ഞൻ ബ്യൂട്ടിഫുൾ സ്ഥലം. ഹോം സ്റ്റേകൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് ട്രാവലിൽ. ഇതൊരു വീടിൻ്റെ മുകളിലെ 2 റൂമുകളാണ്. 2 റൂമും 2 നിലയിലാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഓരോ റൂമേ ഉള്ളൂ, കുഞ്ഞൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അപ്സ്റ്റെയർ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പ്രാഗ് വ്യൂ ഇതാണ് ഗംഭീരം. അപ്പോൾ നമ്മൾ എങ്ങാനും രാത്രി ആയാലും പ്രാഗ് മഹൽ കാണാലോ എന്ന് കരുതിയിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. ഇറ്റ്സ് വർത്ത് ഇറ്റ്. നല്ലൊരു വ്യൂ. ശരിക്കും ഇതിൻ്റെ ഫുള്ളായിട്ട് ഈ ക്ലോക്ക് ടവർക്ക് ഇപ്പോഴാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ സൺസെറ്റോട് കൂടി നമ്മളൊന്ന് ഇത് കാണുകയാണ്. ഇനി നമ്മൾ സ്ഥലമൊന്ന് നോക്കി, പാർക്കിംഗ് ഇല്ല ഇവിടെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് കയറി നോക്കിയത്. പക്ഷെ നല്ല ആംബിയൻസുള്ള സ്ഥലം. അപ്പോൾ ഇനി ഭുജ് സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വരണം. ജസ്റ്റ് ഒരു ഡ്രൈവ് റൗണ്ട് തന്നെ നടക്കുള്ളൂ, കാരണം സമയം 7:05. പക്ഷെ പുറത്തെ വെളിച്ചം നോക്കൂ. എന്തായാലും ഇതൊരു സിറ്റിയുടെ നടുവിൽ തന്നെയാണ്. വളരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള റോഡാണ്, വളരെ നാരോ റോഡ്സാണ്. നമുക്ക് പാർക്കിംഗ് ഇല്ല, നമുക്കിനൊരു പാർക്കിംഗ് കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ ഒരു സ്വാമിനാരായൺ ടെമ്പിൾ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അതിൻ്റെയാന്ന് തോന്നുന്നു നല്ല തിരക്ക്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കറങ്ങി. ഇവിടെ അടുത്ത് തന്നെ 2 ലേക്സ് ഉണ്ട്. നമ്മൾ വരുമ്പോൾ കണ്ട ഒരു ഹാർമിസർ ലേക്കും ഒരു ചട്ടാടി താലവും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നടക്കാം. പിന്നെ എന്തെങ്കിലും ഭക്ഷണം, നമ്മൾ 11:30 ഒരു കത്തിയാവേടി മീൽസാണ് കഴിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം എന്നും ഉണ്ട്. അപ്പോൾ അതിനൊരു സ്ഥലം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. ആദ്യം ഒരു 1.25 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ എത്തി റാപ്സ്റ്റിക്, അതാണ് ആ സ്ഥലം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പ്രാഗ് മഹലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം ജസ്റ്റ് ഒന്ന് ഡ്രൈവ് റൗണ്ടിന് വന്നു. അപ്പോൾ റാപ്സ്റ്റിക് എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ കണ്ടു. പിന്നെ ചിക്കൻ KFC മോഡലൊക്കെ ഉള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ കയറി കുറേ നാളെ ഇരുന്നിട്ട് കണ്ടിട്ട് നമ്മളിന്ന് ഒരു ചിക്കൻ മീൽ കഴിക്കാമെന്ന് വെച്ചു. നോക്കിയാൽ ഭുജിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു സ്ഥലം. റാപ്സ്റ്റിക്. വേഗം കയറി, സമയം കളഞ്ഞില്ല, ഓർഡർ ചെയ്തു. ഫാമിലി മീൽ കൊള്ളാം. കാണുമ്പോൾ തന്നെ സന്തോഷം. നമുക്ക് ഓഷിൻ how do you feel? കത്തിയാവാടി മീൽസും ഗുജറാത്തി താലിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പരുവായി. നമ്മുടെ ഓക്കെ കഴിക്കാം. അപ്പോൾ ഫുഡ് കഴിച്ച് നല്ല പ്രോട്ടീനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വെച്ചു. ഇത് നല്ലൊരു ഏരിയ ആണ്. നമ്മൾ നടക്കാൻ ഉദ്ദേശിച്ച് വന്നതല്ല, പക്ഷെ വന്നപ്പോൾ നടക്കാനുള്ളൊരു സ്പേസാണ്. ഹർമിസാർ ലേക്കാണ് റൈറ്റിൽ, ലെഫ്റ്റിലുള്ളത് ചട്ടാടി താലം ലേക്ക് തന്നെ. അപ്പോൾ അതിന് നടുവിലൂടെ നല്ലൊരു വാക്ക് വേ. ഇതൊരു ഈവനിങ് ഹാങ് ഔട്ട് പ്ലേസ് ആണെന്ന് തോന്നുന്നു. ധാരാളം ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും വന്നിരുന്നു. നല്ല കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ. എങ്ങനെയുണ്ട്? രസമുണ്ട്. ഈ ലേക്ക്, ഇത് 2 ലേക്ക് ഉണ്ട് ഇവിടെ. ഈ ലേക്കിന്റെ പേരെന്താ? ഹർമിർസാർ ലേക്ക് അപ്പുറത്ത്. ഇത് ചത്താടി താലബ് എന്ന് വെച്ചാൽ ലേക്ക്. താലബ് എന്നാണ് ഗുജറാത്തിൽ പറയണത്. ഈ ചട്ടാടി താലബിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ചട്ടാടി ഭുജ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മോണുമെൻ്റ് ആണ്. നമുക്കത് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വരുമ്പോൾ തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു. മാപ്പിൽ 6 o'clock ക്ലോസിംഗ് എന്ന് കണ്ടെങ്കിലും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാഗ് മഹൽ കാണാൻ പറ്റി. ഇന്ന് ഇറ്റ് വാസ് എ വെരി ലോങ് ഡേ ആക്ച്വലി. 10-11 മണിക്കൂർ നമ്മൾ വണ്ടി ഓടിച്ചു. നമ്മൾ പോർബന്ദറിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരമായി നമ്മൾ ട്രാവൽ ചെയ്യണു. നമ്മൾ ദ്വാരക കണ്ടു, ബെദ്വാരക കണ്ടു, പ്രാഗ് കണ്ടു. ഇനി റെസ്റ്റ് ചെയ്യാം. मधुरो हरि मलकावे हित बजावे भारी हो
അപ്പം നമ്മൾ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചെത്തി. തൊട്ടടുത്തൊരു ടെമ്പിൾ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഉണ്ട് റോഡിൽ തന്നെ. അപ്പോൾ അവിടെ വണ്ടി ഒതുക്കി ആ പാട്ട് കേട്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. സ്വാമിനാരായൺ ടെമ്പിൾ എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ മാപ്പിൽ വേറൊരു പ്രസാദി ടെമ്പിൾ, സ്വാമിനാരായൺ പ്രസാദി ടെമ്പിൾ അടുത്ത് തന്നെ. അത് കുറച്ചും കൂടി ഫേമസ് ആണ്. ഇത് അതിൻ്റെ ഉപക്ഷേത്രമായിരിക്കും. എന്തായാലും സ്ത്രീകളൊക്കെ ഇരുന്ന് എന്തോ പണി ചെയ്യണം, നല്ല തിരക്കിലാണ്. നല്ല മ്യൂസിക്കൽ സ്ഥലം. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിൽ ശരിക്കും ലഗേജൊക്കെ എടുത്ത് കയറുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഒരു ആർട്ടിസ്റ്റാണ് ഇവിടുത്തെ ഓണേഴ്സ്. ഒരു യുവ ദമ്പതികളാണ് നടത്തുന്നത്. അവരുടെ അമ്മയാണ് മുകളിലിരിക്കേണ്ടായിരുന്നത്, അയാളുടെ അമ്മ. അപ്പോൾ എന്തായാലും ദിസ് ഈസ് എ ഫേവറേറ്റ് പ്ലേസ് ഓഫ് യൂറോപ്യൻസ് എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഈ പ്രാഗ് ഒരു യൂറോപ്യൻ സ്റ്റൈൽ നിർമ്മിതി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു ടേസ്റ്റ്ഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ലൈറ്റ് ഡു യെസ്, ആഹാ, ബ്യൂട്ടിഫുൾ റൂം. അതിൻ്റെ ഒരു മിററും അതിൻ്റെ രാധേശ്യാം വിത്ത് പീകോക്ക് ഫെദേഴ്സ്. ഇതൊരു രാജസ്ഥാനി ലുക്കായി. കച്ച് മേഖലയാണെങ്കിലും ഒരു രാജസ്ഥാനി സ്റ്റൈൽ ഈ ആനകളും ഒക്കെ ആയിട്ട് പ്രിൻറ്റഡ് ബെഡ്ഷീറ്റ്സ്. വെള്ളം കുടിക്കുന്ന ഗ്ലാസ് പോലും ഭയങ്കര കാവ്ഡ് ആൻഡ് എച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. സീ ദാറ്റ്, ആഹാ, നൈസ് ഇറ്റ് ഈസ്. എല്ലാം നല്ല ഈസ്തറ്റിക്കലി ഡിസൈൻഡ് ആണ് അല്ലേ? അപ്പോൾ ഒരു നീളൻ പകലിൻ്റെ അവസാനം നമ്മളെല്ലാവരും ഫ്രഷായി മട്ടുപ്പാവിൽ ചാരി കിടന്ന് ഈ പ്രാഗ് മഹലിൻ്റെ രാത്രി കാഴ്ച ആസ്വദിക്കുകയാണ്. ഇറ്റ്സ് എൻ എലഗൻറ്റ് ആൻഡ് റിലാക്സിങ് വ്യൂ. നല്ലൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വേഗം ഉറങ്ങി, നാളെ നേരത്തെ വണ്ടി വിടണം. സോ ഗുഡ് നൈറ്റ് ഫ്രം FTT. സീ ടുമോറോ.